അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറേ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് എൻ്റെ ഉമ്മായും പപ്പ എനിക്കത് സാധിച്ചു തരാൻ പോവാണ്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ സോ എക്സൈറ്റഡ് ആണ്. ഞാനത് കുറേ ആഗ്രഹിച്ചതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഇനി കണ്ട പോലെയൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ സർപ്രൈസ് ഒന്നും ഒളിപ്പിച്ച് വയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനങ്ങ് പറയാണ്, ഞാനിന്ന് എൻ്റെ ഈ സൈക്കിൾ വാങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പം ഞാൻ കുറേ എക്സൈറ്റ്മെൻറ്റ് കൂടെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറിയപ്പം അത് ഒരു പീസ് സൈക്കിളേ ഉള്ളായിരുന്നു. നമുക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. എന്തായാലും മേടിക്കുന്നെങ്കിൽ ഒരു നല്ലൊരു സൈക്കിൾ നോക്കി മേടിക്കണമല്ലോ. അത് നമ്മൾ അവിടെ നിന്ന് മേടിക്കാതെ നമ്മൾ വേറൊരു കടയിൽ പോയി കുറേ സൈക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈക്കിൾ മേടിക്കാൻ കാരണം എൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വാപ്പ ചോദിച്ച് ഉമ്മാക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എൻ്റെ സൈക്കിൾ എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. സൈക്കിളൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം എല്ലാവരുടെയും മുമ്പിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കളിയാക്കുന്ന അജ്മലിക്കാടെ മുമ്പിലൊക്കെ ഒന്ന് ചവിട്ടി പോകണം. ഞാൻ ഇന്ന് സൈക്കിൾ എടുത്തപ്പോൾ അവരെല്ലാവരും പറയാം ചിലവെന്ന്. അതിന് ഞാൻ എടുത്തത് ലംബോർഗിനിയൊന്നും അല്ലല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഓപ്ഷനിൽ ലാസ്റ്റ് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പർപ്പിളും പിങ്കും വന്നു. ഏതെടുക്കും? അപ്പോൾ എനിക്ക് കൂടുതലും 2 കളറും വെച്ചിട്ട് എനിക്ക് കൂടുതലും എന്താ പറയുക ഇഷ്ടപ്പെട്ടത് പിങ്കിനോടാണ്. കുറച്ച് എല്ലാ പെൺപിള്ളേർക്കും എങ്ങനെ ആയിരിക്കും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് പിങ്കിനോടായിരിക്കും കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ പിങ്ക് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ ബെല്ലൊക്കെ ഫിറ്റ് ചെയ്തു. അവിടുത്തെ സൈക്കിളുകളിലെ മാമനെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ ടെർബോ സിനിമയിലെ ആ വില്ലനെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത്. ഞാൻ അവിടെ വെച്ച് വാപ്പടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. മാമനോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ 2 മാസത്തെ വെക്കേഷനും മഴയും എല്ലാം ആയിട്ട് ഇനി എല്ലാ കുട്ടീസും തിരികെ സ്കൂളിലേക്കില്ലേ. ഞാനും ഉണ്ട് കേട്ടോ. ജൂൺ 3-ാം തീയതിയാണ് നമ്മുടെ എല്ലാവരും സ്കൂളൊക്കെ തുറക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടാം കേട്ടോ. നമ്മൾ ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും പറയാനുള്ളത് എല്ലാവരും നല്ലോണം പഠിക്കണം. ഇനി നമ്മൾക്ക് വേണ്ടുള്ളത് പഠിത്തമാണ്. അങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സൈക്കിളൊക്കെ സൂപ്പറാട്ടോ, നല്ല സ്മൂത്താണ്. സൈക്കിൾ ചവിട്ടിയ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഞാനൊരു കടയിൽ കയറി ഒരു സിൽക്കിൻ്റെ ഡയറി മിൽക്ക് അങ്ങ് കഴിച്ചു. വയറൊക്കെ ഒന്ന് നിറയട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.